സംസ്ഥാനത്ത് പുതിയ മദ്യനയ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. 1-ാം തീയതി ഡ്രൈ ഡേ ഒഴിവാക്കലും ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടലും ഒക്കെയാണ് സജീവ പരിഗണനയിൽ. അതോടൊപ്പം മദ്യ ഉൽപാദനം വർദ്ധിപ്പിക്കലും ഓൺലൈൻ മദ്യവിൽപ്പനയും കുടിയന്മാർക്ക് ഹാപ്പി. അതോടൊപ്പം സർക്കാരിനും ഇനി കോടികളാണ് ഖജനാവിലേക്ക് ഒഴുകിയെത്തുക. നിർമ്മല സീതാരാമന്റെ മുന്നിലിനി പിച്ചച്ചട്ടിയുമായി ബാലഗോപാലൻ സഖാവിന് കാത്തു നിൽക്കേണ്ട. നമുക്ക് ദൂർത്തടിക്കാനുള്ള കാശ് നമ്മുടെ സ്വന്തം കള്ളുകുടിയന്മാർ തന്നെ തന്നോളും. കഴിഞ്ഞ ദിവസം എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി മന്ത്രി MP രാജേഷ് ഇക്കാര്യത്തിൽ പ്രാഥമിക ചർച്ചകൾ നടത്തിയിരുന്നു. ഡ്രൈ ഡേ ഒഴിവാക്കിയാൽ കൂടുതൽ വരുമാനം ഉണ്ടാകുമെന്നാണ് നികുതി സെക്രട്ടറി യോഗത്തിൽ ഉന്നയിച്ച അഭിപ്രായം. ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ബാർ ഡിസ്റ്റിലറി ഉടമകളുമായി മന്ത്രി ചർച്ച നടത്തുന്നുണ്ട്. സംസ്ഥാനത്ത് എല്ലാ മാസവും 1-ാം തീയതിയുള്ള ഡ്രൈ ഡേ മാറ്റണമെന്ന് സെക്രട്ടറി തല കമ്മിറ്റിയാണ് എക്സൈസ് വകുപ്പിനോട് ശുപാർശ ചെയ്തത്. എല്ലാ മാസവും 1-ാം തീയതി മദ്യശാല തുറന്നാൽ 15,000 കോടിയുടെ വരുമാനം വർധനയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. വില കുറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന, മദ്യ ഉൽപാദനം പ്രോത്സാഹിപ്പിച്ച് കയറ്റുമതിയിലേക്ക് കൂടുതലായി കടക്കുന്ന കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയെന്നാണ് അറിയുന്നത്. പുതിയ മദ്യനയം വരുന്നതിന് മുന്നോടിയായാണ് യോഗം നടന്നത്. വില കൂടിയ പ്രീമിയം ബ്രാൻഡ് മദ്യം ഓൺലൈൻ ബുക്കിങ്ങിലൂടെ വീടുകളിലെത്തിച്ച് നൽകുന്നതും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ബെവ്കോ, കൺസ്യൂമർ ഫെഡ് ചില്ലറ വിൽപ്പനശാലകളിലെ തിരക്ക് ഒരു പരിധിവരെ കുറയ്ക്കാം. വീടുകളിലെത്തിക്കുന്നതിന് 3000 പേർക്കെങ്കിലും ജോലി സാധ്യത, പ്രീമിയം ബ്രാൻഡുകളുടെ വിൽപ്പന വർദ്ധിക്കുന്നതിലൂടെ സർക്കാർ വരുമാനം കൂടും എന്നിവയൊക്കെയാണ് നേട്ടങ്ങൾ. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ടൂറിസം വകുപ്പിന്റെയും ചില ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നുകൂടി ഉയർന്നിട്ടുണ്ട്. ഇത്തരം തീരുമാനങ്ങൾ സർക്കാരിനെ കൊണ്ട് എടുപ്പിക്കാൻ വൻ കോഴയാണ് വേണ്ടപ്പെട്ടവർക്ക് കൈമാറിയതും വീണ്ടും കൈമാറാൻ പോകുന്നതും. മദ്യനയത്തിലെ ഇളവിനു പകരമായി പണം പിരിച്ചു നൽകാൻ ബാർ ഉടമകളുടെ സംഘടന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ നേതാവ് അയച്ച ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ഇത് ശരിയാണെന്ന് ബാർ ഹോട്ടൽ ഉടമകൾ പറയുന്നു. ഡ്രൈ ഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനുമടക്കം ഒരാൾ നൽകേണ്ടത് 2.5 ലക്ഷം രൂപയാണെന്നാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ഈ ശബ്ദ സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നത്. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് 1000-ഓളം ബാർ ഹോട്ടലുകളാണുള്ളത്. ഒരാൾ 2.5 ലക്ഷം കോഴ കൊടുക്കുമ്പോൾ ഏതാണ്ട് 25 കോടിയാകും കോഴപ്പണം. UDF കാലത്ത് അവർക്കെതിരായ പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധമായിരുന്നു ബാർ കോഴ. മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണാൻ യന്ത്രമുണ്ടെന്ന് വരെ സഖാക്കൾ പറഞ്ഞു പരത്തിയിരുന്നു. ഏതായാലും മാണിയുടെ പുന്നാരമോനിപ്പോൾ സഖാക്കളുടെ കൂടെയാണല്ലോ. ബാർ കോഴപ്പണം എണ്ണാൻ ആ യന്ത്രം വീട്ടിൽ നിന്നും ജോസ്മോൻ കൊണ്ടുവരുമായിരിക്കും. അപ്പോൾ അക്കാര്യവും സോൾവായി. K. ബാബുവിനോട് ചോദിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാകും. സ്വരാജിനോട് പറഞ്ഞാൽ മതി, അയ്യപ്പസ്വാമി ഇരുവരെയും കൂട്ടി യോജിപ്പിക്കട്ടെ, അല്ലാതെന്ത് പറയാൻ. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ.